എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ട്രയാങ്കിൾ സം, അതായത് ത്രികോണ കണക്ക്. നമുക്കറിയാം, ഒരു ത്രികോണത്തിലെ 3 കോണുകൾ ഉണ്ടായിരിക്കും അല്ലേ. 3 കോണുകളുടെയും തുക തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും അല്ലേ, 180 ഡിഗ്രി. അപ്പം ഏത് ത്രികോണമാണെങ്കിലും അതിൻ്റെ 3 കോണുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ത്രികോണത്തിലെ 2 കോണുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോൺ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, 3 കോണും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ കോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180 നിന്ന് ഇത് രണ്ടും കുറച്ചാൽ മതി അല്ലേ. ഇത് കുറയ്ക്കുക, പിന്നെ ഇത് കുറയ്ക്കുക അല്ലേ. ഒരെണ്ണം കുറച്ചിട്ട് ഒരെണ്ണം കുറയ്ക്കുക. അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? എളുപ്പത്തിന് 180 നിന്ന് ഇത് രണ്ടും കൂടി കൂട്ടുക, അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിളിൻ്റെ അളവ് കിട്ടും അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പോൾ ഈ ആംഗിളിൻ്റെ അളവ് കിട്ടണമെങ്കിൽ നമുക്കറിയാം മൊത്തം 180 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രിയിൽ നിന്ന് ഒന്നുകിൽ നമ്മൾ ആദ്യം 60 കുറയ്ക്കുക, അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. അതിൽ നിന്ന് വീണ്ടും 40 കുറയ്ക്കണം അല്ലേ. അപ്പോൾ അതിന് പകരമായി നാം എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് അത് 180 നിന്ന് കുറയ്ക്കുക അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്താലും നമുക്ക് ഒരേ ഉത്തരം തന്നെയാണ് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 180 മൈനസ് 60 പ്ലസ് 40 ഇത് ബ്രാക്കറ്റിലിടാം. അതായത് 180 നിന്ന് ആ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം നമ്മൾ. അപ്പോൾ 60 40 കൂടി കൂട്ടിയിട്ട് 180 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ എത്ര കിട്ടും നോക്കിയാൽ? 180 മൈനസ് 60 40 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 100 ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടി 80 ഡിഗ്രി. മനസ്സിലായല്ലോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ത്രികോണത്തിൻ്റെ 2 അളവുകൾ തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ അളവുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇവിടുത്തെ ഈ ത്രികോണം നോക്കിയേ. ഇവിടെ നമുക്ക് 2 കോണുകളുടെ അളവ് തന്നിട്ടുണ്ട്. ഈ മൂന്നാമത്തെ കോണിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ അല്ലേ, മൊത്തം 180 ഡിഗ്രി. അപ്പോൾ 180 നിന്ന് എത്ര കുറയ്ക്കണം? ഇത് രണ്ടും കൂടി കൂട്ടുക, അത് കുറയ്ക്കുക. അപ്പോൾ 100 പ്ലസ് 50. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ എന്ത് വരും? നമ്മൾ 180 നിന്ന് 100 കുറയ്ക്കും അല്ലേ. അപ്പോൾ 180 നിന്ന് 100 കുറച്ച് നമുക്ക് 80 കിട്ടും. പിന്നെ നമ്മൾ 80 നിന്ന് 50 കൂട്ടും, 80ൻ്റെ കൂടെ 50 കൂട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ 80 50 130 ആവും. അതല്ല ഉത്തരം. നാം ഇതിൽ നിന്ന് ഒന്നുകിൽ 180 നിന്ന് ആദ്യം 100 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 80 എന്ന് കിട്ടി. 80 നിന്ന് വീണ്ടും 50 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് 30 കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി? ഇത് രണ്ടും കൂടി കൂട്ടുക, കൂട്ടി കിട്ടിയ ഉത്തരം ഇതിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ തെറ്റിക്കരുത്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് 180 നിന്ന് എത്ര കുറയ്ക്കണം? ഇത് തമ്മിൽ കൂട്ടുക അല്ലേ. അതിനാണ് നമ്മളോട് ബ്രാക്കറ്റ് ഇടുന്നത്. അപ്പോൾ 100ഉം 50ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 150. ഈ ബ്രാക്കറ്റിലാണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം തെറ്റും. ഈക്വൽ ടു 30 ഡിഗ്രി. കണ്ടില്ലേ? അപ്പോൾ 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് 30 ഡിഗ്രി. അപ്പോൾ ഏത് ത്രികോണത്തിൻ്റെയും 2 അളവുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇങ്ങോട്ട് നോക്കിയേ. ഇതെന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ, മട്ടത്രികോണം എന്ന് പറയും. അതായത് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയും. റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആംഗിൾ, ആ ത്രികോണത്തിലെ ഒരു ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ആംഗിൾ 90 ആണ്. പിന്നെ അവിടെ നമുക്ക് ഒരു ആംഗിൾ 90 ആണെന്ന് പറയില്ല. അപ്പോൾ ചോദ്യത്തിലൊക്കെ എന്തുണ്ടാവും? ഇത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിലെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ചോദ്യം തരും. എന്നിട്ട് പറയാം, ഈ ത്രികോണം ഒരു മട്ടത്രികോണമാണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൂന്നാമത്തെ കോണിൻ്റെ അളവ് എത്ര? അപ്പം നമ്മൾ പകച്ചിരിക്കേണ്ട, നമുക്ക് ഒരു കോണിൻ്റെ അളവല്ലേ തന്നിട്ടുള്ളൂ, ഈ കോണിൻ്റെ അളവ് തന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മട്ടത്രികോണമാണ് അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതേപോലെ തന്നെ നമുക്ക് 180 അല്ലേ, മൊത്തം 180. അതിൽ നിന്ന് എത്രയൊക്കെ കുറയ്ക്കണം? ഈ 90യും 40യും കൂടി കൂട്ടിയത് അങ്ങോട്ട് കുറച്ച് കൊടുക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിവിടെ 180 മൈനസ് 90 40 130 ഈക്വൽ ടു അല്ലേ. അപ്പോൾ നമുക്കിവിടെ 50 ഡിഗ്രി കിട്ടി. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഒരു ത്രികോണം. ഈ ത്രികോണത്തിലെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ത്രികോണത്തിലെ ഒരു ആംഗിൾ 70 ഡിഗ്രി. നമുക്ക് അതിൻ്റെ അളവ് തന്നിട്ടുണ്ട്, 70 80 എത്ര വേണമെങ്കിലും ആക്കിയോട്ടെ, അളവ് തന്നിട്ടുണ്ട്. ഇനി പറയുകയാണ്, മറ്റ് 2 ആംഗിളുകളും മറ്റ് 2 കോണുകൾക്കും ഒരേ അളവാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 കോണുകൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഇവിടെ നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മറ്റ് 2 ആംഗിളുകളുടെയും അളവ് തുല്യമാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെയും അളവ് തുല്യമായിരിക്കും.
അപ്പോൾ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം 180യിൽ നിന്ന് നോക്കിയാൽ മൊത്തം 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയിൽ നിന്ന് 70 ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 110 അല്ലേ, 110 ഡിഗ്രി കിട്ടി. ഇതെന്താണ് സാധനം? ഈ 110 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ രണ്ടും കൂടി കൂട്ടിയതാണ് അല്ലേ. ഈ കോണും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 110 ഡിഗ്രി കിട്ടും അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെ അളവ് എത്രയായിരിക്കും? 110നെ നാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 55 ഡിഗ്രി. കണ്ടില്ലേ? അപ്പോൾ ഓരോ കോൺ എത്ര വെച്ചായിരിക്കും? 55 ഡിഗ്രി വെച്ചായിരിക്കും. അപ്പോൾ ഇതേ രൂപത്തിലുള്ള ചോദ്യം ഒന്ന് എളുപ്പത്തിൽ എഴുതാലോ അല്ലേ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 21 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതൊന്ന് എളുപ്പത്തിലൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡ്രോ ദി ട്രയാങ്കിൾ വിത്ത് ദി ഗിവൺ മെഷേഴ്സ്. അതായത് നമുക്ക് തന്നിട്ട് കുറച്ച് അളവുകൾ തന്നിട്ടുണ്ട് അല്ലേ. 2 കോണിൻ്റെ അളവ്, ഒരു സൈഡിൻ്റെ അളവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ അളവിൽ ഒരു ത്രികോണം നമ്മൾ വരയ്ക്കണം. നോക്കിയാൽ ഒരു വശം തന്നിട്ടുണ്ട് അല്ലേ. ഒരു വശം തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നാം എന്ത് ചെയ്യുക? 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ആദ്യം ഈ വശം അങ്ങോട്ട് വരയ്ക്കാം. അപ്പം ഞാൻ ഇതേ നോക്കി 5 സെൻറ്റിമീറ്റർ സ്കൈലിൽ 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അത് അങ്ങോട്ട് വരച്ചു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്താണ് എന്നിട്ട് നമ്മുടെ 5 സെൻറ്റിമീറ്റർ അത് എഴുതി. ഇനി എന്ത് വേണം നമുക്ക്? ഇവിടെ നിന്ന് 40 ഡിഗ്രി അല്ലേ, 40 ഡിഗ്രിയിലാണ് ഈ അളവ്. അപ്പോൾ നമ്മൾ ഈ മൂലയിൽ നിന്ന് 40 ഡിഗ്രിയിൽ നമ്മൾ പ്രൊട്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ 40 ഡിഗ്രി ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് അത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് പ്രൊട്ടക്ടർ കറക്റ്റായിട്ട് കണ്ട ഈ ലൈനിൽ കറക്റ്റായി യോജിച്ച് വരണം. അതിനുശേഷം നോക്കിയാൽ 0, 10, 20 ഇവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോണം. മനസ്സിലായോ? അപ്പോൾ അളക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 180, 170 എന്ന് കാണും. ഇത് ഇങ്ങനെ പോകരുത്. കാരണം ഇവിടെ നിന്ന് അളക്കുമ്പോൾ നമ്മൾ 0 മുതൽ അല്ലെ, കോൺ അളക്കുമ്പോൾ എപ്പോഴും 0 മുതൽ 10, 20, 30 അങ്ങനെ പോകണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ 0, ഇനി 10, 20, 30 അല്ലേ. ഇതിൻ്റെ അളവ് എത്രയാണ്? 40. അപ്പോൾ 40 കാണുന്നോട്ട് കറക്റ്റായിട്ട് അവിടെ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഇവ തമ്മിൽ കൂട്ടി ഒന്ന് യോജിപ്പിക്കാം. ഇനി നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഈ ആംഗിളാണ് തന്നിട്ടുള്ളത് അല്ലേ. ഈ ആംഗിൾ തന്നിട്ടില്ല. പക്ഷേ ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. എങ്ങനെയാണ്? മൊത്തം 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ത്രികോണത്തിലെ മൊത്തം അളവ് 180 ഡിഗ്രി. അതിൽ നിന്ന് ഇത് രണ്ടും കൂടി കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും അല്ലേ. അപ്പോൾ 180ൽ നിന്ന് 60ഉം 40ഉം കൂടി കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടി. അപ്പോൾ എത്ര വരും? 180 മൈനസ് 60, 40, 100 അല്ലേ. അപ്പോൾ 180 മൈനസ് 100 ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടി. എത്രയാണെന്ന് കിട്ടി? 80 ഡിഗ്രിയാണെന്ന് കിട്ടിയല്ലേ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ ഈ അറ്റത്ത് നിന്ന് ഒരു 80 ഡിഗ്രി ഇങ്ങോട്ട് മെഷർ ചെയ്തിട്ട് നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവ തമ്മിൽ കൂട്ടിമുട്ടും അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ത്രികോണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങോട്ടാണ് മെഷർ ചെയ്യേണ്ടത് അല്ലേ. ഇതാണ് ആംഗിൾ. അപ്പോൾ ഇങ്ങോട്ട് മെഷർ ചെയ്യാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് കണ്ടില്ലേ, ഇവിടെ നിന്നാണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ 0യിൽ വെച്ചു. പിന്നെ ഇത് 10, 20, 30, 40, 50, 60, 70, 80 കണ്ടില്ലേ, 80 ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് നമ്മൾ ഈ അറ്റവും തമ്മിൽ കൂട്ടി അങ്ങോട്ട് യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ കൂട്ടി യോജിപ്പിച്ചു. പക്ഷേ ഇവിടെ എന്ത് പറ്റി? നമുക്ക് ഈ ഇതിന് നീളം കുറച്ച് കുറവാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ നീളം എന്തെങ്കിലും കറക്റ്റ് സ്കെയിൽ വെച്ചൊന്നും കൂടി മുട്ടിച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം ഞാനത് മുട്ടിച്ച് കൊടുത്തു. ഇപ്പം നമ്മൾ ഈ ത്രികോണമായി. ഇത് എത്ര? എന്നിട്ട് അളവുകളൊക്കെ അതേപോലെ തന്നെ കൃത്യമായിട്ട് എഴുതി വെക്കാം. 40, 60, ഇതെത്രയാണ്? ഇത് 80 ഡിഗ്രി. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ദി ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ ഡ്രോൺ ഇൻ എ റെക്ടാങ്കിൾ. അതായത് ഒരു ചതുരം, ആ ചതുരത്തിൻ്റെ അകത്തൊരു ത്രികോണം, ഒരു ട്രയാങ്കിൾ നമുക്ക് കാണാം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിൻ്റെ കോണുകൾ, അതായത് ഈ ത്രികോണത്തിൻ്റെ ഉള്ളിലെ കോണുകൾ നമ്മളൊന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് നോക്കിയാൽ ഈ 2 കോണുകളുടെ അളവുകളാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ഇങ്ങനെ ചോദ്യം വരുമ്പോൾ എളുപ്പത്തിന് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഇവർക്ക് ഒരു പേരുകൾ കൊടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പറയുമ്പോഴും മനസ്സിലാക്കാനൊക്കെ എളുപ്പമാണ്. ABCD ഇങ്ങനെ കൊടുക്കണം എന്നൊന്നുമില്ല. നമുക്കിത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തൽക്കാലം പേര് കൊടുക്കുന്നത്. ABCDE എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കറിയാം ഇതെന്താണ്? ഇതൊരു ചതുരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചതുരമാണെങ്കിൽ ഈ 4 കോണുകളും എത്ര വെച്ചായിരിക്കും? റെക്റ്റാങ്കിളിന്റെ കോണുകൾ, 4 കോണുകൾ എത്ര വെച്ചായിരിക്കും? 90 ഡിഗ്രി വെച്ചായിരിക്കും അല്ലേ. അതായത് ഈ 4 കോണുകളും ഈക്വൽ ആയിരിക്കും. കോൺ എ, ഈ വലിയ കോൺ എ, കോൺ ബി, കോൺ സി, കോൺ ഡി. മനസ്സിലായല്ലോ. അതായത് ഇപ്പോൾ നമുക്കിവിടെ ABCD എന്ന് പറഞ്ഞാൽ എന്താണ്? ABCD ഈസ് എ റെക്റ്റാങ്കിൾ. അതൊരു ചതുരമാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും ആംഗിൾ ഡിയും ഒക്കെ ഈക്വൽ ആയിരിക്കും. എത്രയായിരിക്കും?
90 ഡിഗ്രി വെച്ചായിരിക്കും. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് ഓരോന്നോരോന്ന് പിടിച്ചു വരാം. ഇവിടെ വയ്ക്കുക, ഇത് ഈ ആംഗിൾ മൊത്തം 90 ഡിഗ്രി അല്ലേ. അതിൽ ഇത്രയും ഭാഗം 25 ആണെങ്കിൽ ഇത്രയും ഭാഗം എത്രയായിരിക്കും? 90-ൽ നിന്ന് ഇത്രയും കുറച്ചാൽ മതി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് ഈ ആംഗിൾ വരെ പേര് കൊടുത്ത് എഴുതാം, അതാണ് എളുപ്പം. ഇപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത് ഏതാണ്? ഈ ആംഗിൾ, അതായത് ആംഗിൾ ഇ എ ബി അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ എഴുതാം, ആംഗിൾ ഇ എ ബി സീക്വൽ ടു, അപ്പോൾ 90 മൈനസ് 25. അപ്പോൾ 90-ൽ നിന്ന് 25 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 65 ഡിഗ്രി. കണ്ടില്ലേ? അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടി 65. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് വേണം? ഈ രണ്ട് ആംഗിൾ വേണം അല്ലേ. ഇതേ ഇവിടെ കണ്ടുപിടിച്ച അതേ രീതിയിൽ നമുക്ക് ഇത് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. ഈ ആംഗിൾ എത്ര മൊത്തം? ഈ ആംഗിൾ മൊത്തം നമുക്കറിയാം 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇത് കിട്ടാൻ എന്ത് വേണം? 90-ൽ നിന്ന് 40 കുറയ്ക്കുക. അതായത് ഇപ്പോൾ ഈ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിളിൻ്റെ പേരെന്താണ്? ആംഗിൾ എ ബി ഇ അല്ലേ. അപ്പോൾ ആംഗിൾ എ ബി ഇ സീക്വൽ ടു മൊത്തം 90, അതിൽ നിന്ന് ഈ ആംഗിൾ കുറയ്ക്കുക, 40 കുറച്ചു, സീക്വൽ ടു 50 ഡിഗ്രി. കണ്ടോ? അപ്പോൾ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ഈ ത്രികോണത്തിലെ ഇത് നമ്മൾ 50 കിട്ടി. അപ്പോൾ നമുക്ക് ഈ ത്രികോണത്തിലെ രണ്ട് ആംഗിളുകൾ കിട്ടിയല്ലേ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ 180-ൽ നിന്ന് ഇത് രണ്ടും കൂടി കൂട്ടിയത് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആംഗിൾ ഏതാണ്? ആംഗിൾ ഇ അല്ലേ. ആംഗിൾ ഇ, ആംഗിൾ ഇ സീക്വൽ ടു എത്ര വരും? 180. നമുക്കറിയാം ത്രികോണത്തിൻ്റെ മൊത്തം അളവ് 180 ഡിഗ്രിയാണ്. അതിൽ നിന്ന് ഏതൊക്കെ കുറയ്ക്കണം? 65-ഉം 50-ഉം കുറയ്ക്കണം അല്ലേ. അതിന് പകരം 65-ഉം 50-ഉം കൂടി കൂട്ടിയിട്ട് കുറയ്ക്കുന്നു നമ്മൾ. ഓരോന്ന് കുറയ്ക്കുന്നതിന് പകരം ഇത് തമ്മിൽ കൂട്ടിയിട്ട് കുറയ്ക്കുന്നു. രണ്ടും തുല്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് 180 മൈനസ് 65-ഉം 50-ഉം കൂടി കൂട്ടിയാൽ എത്ര വരും? 115 സീക്വൽ ടു എത്ര കിട്ടി നമുക്ക്? 65. അപ്പോൾ ഇത് 65 ഡിഗ്രി. 3 ആംഗിളുകൾ കിട്ടി അല്ലേ. അപ്പോൾ ഈ ആംഗിൾ 65. ഇനി സംശയം ഉണ്ടെങ്കിൽ 65. ഇനി സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ 3ഉം കൂടി ഒന്ന് കൂട്ടി നോക്കിയാൽ നമുക്ക് 180 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ. 65-ഉം 130, 130, 50-ഉം 180 അല്ലേ. കറക്റ്റ് അല്ലേ? ഓക്കെ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം അല്ലേ. ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടിരിക്കുന്നു? ദി ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ഇൻ ദി ഫിഗേഴ്സ് ആർ പാരലൽ. ഇതിന്റെ ഈ മുകളിലെ വരയും ഏറ്റവും താഴെയുള്ള വരയും പാരലാണ്. മനസ്സിലായല്ലോ? പാരൽ ലൈനുകളാണ്, സമാന്തര വരകളാണ് ഇത് രണ്ടും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നമുക്കിപ്പോൾ 2 ത്രികോണങ്ങളുണ്ട് അല്ലേ. ഈ ത്രികോണത്തിലെ ഈ ആംഗിൾ നമുക്കിതിൽ ഒരെണ്ണം ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് 2 എണ്ണം ഉണ്ട്. ഇത് കണ്ടുപിടിക്കണം. അതുപോലെ ഈ ചെറിയ ത്രികോണത്തിലെ 3 അളവുകളും കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ എന്ത് ചെയ്യണം? ഇത്തരം ചോദ്യങ്ങൾ കിട്ടിക്കുമ്പോൾ ഓരോ പേരുകൾ കൊടുത്തു. ഒരു വിഷമം വിചാരിക്കേണ്ട. എ ബി, ഇതിന് എ ബി എന്ന് കൊടുത്തു, സി ഡി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പേര് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത്രേ ഉള്ളൂ. ഇനി നോക്കിയേ, നമുക്ക് ഇവിടെ ആദ്യത്തെ ഈ ത്രികോണം എടുക്കാം. ഇതിൽ 2 അളവുകൾ നമുക്കുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ അളവ് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നു. ഇത് എത്രയായിരിക്കും? അതായത് ആംഗിൾ സി ഇ ഡി അല്ലേ. അപ്പോൾ ആംഗിൾ സി ഇ ഡി സീക്വൽ ടു നമുക്കറിയാം മൊത്തം 180. അപ്പോൾ 180-ൽ നിന്ന് ഏത് കുറയ്ക്കണം? ഇത് രണ്ടും കൂടി കൂട്ടിയത് കുറയ്ക്കാം അല്ലേ. 35 പ്ലസ് 45 രണ്ടും കൂടി കൂട്ടിയത് നമ്മൾ കുറച്ചാൽ ഈ ആംഗിൾ കിട്ടി. അതായത് 180 മൈനസ് 35, 45 കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 80. അപ്പോൾ 180-ൽ നിന്ന് 80 കുറച്ചാൽ 100 ഡിഗ്രി. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ഉത്തരം കിട്ടി. ഇത് 100 ഡിഗ്രി. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കടക്കാം. ഈ ചെറിയ ട്രയാങ്കിൾ അല്ലേ കണ്ടുപിടിക്കാനും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഈ എ ബിയും സി ഡിയും രണ്ടും പാരലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 പാരൽ ലൈനുകൾ, ഈ പാരൽ ലൈനുകളെ നോക്കിയാൽ ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൻ്റെ പേരുകളും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് 2 പാരൽ ലൈനുകളാണ്. ഈ ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അങ്ങനെയാവുമ്പോൾ ഈ കോൺ കണ്ടോ നോക്കിയാൽ 45. ഈ ആംഗിൾ ഇതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. എന്താണ് കാരണം? നമുക്കറിയാം ഈ വരയുടെ അപ്പുറവും ഇപ്പുറവും ഉള്ള ഈ കോണുകളാണ് അല്ലേ. അതിന് നമ്മൾ പേര് പറയുമല്ലോ, ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയും അല്ലേ, മറുകോൺ എന്ന് പറയും. അത് നമ്മളെ ഇത് കാണാത്തവരെന്ത് ചെയ്യുക? നമ്മളെ ഫസ്റ്റ് പാർട്ട് നന്നായിട്ട് കാണാം. അപ്പോൾ അതായത് ഈ ആംഗിൾ എയും ആംഗിൾ ഡിയും ഈക്വൽ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇത് പാരൽ ലൈൻ ആയതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഒരു പാരൽ ലൈൻ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്തത് എഴുതാം. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി. ആംഗിൾ ഡിക്ക് തുല്യമാണ് ആംഗിൾ എ. അതായത് അപ്പോൾ 2 എത്രയായിരിക്കും? 45. ഇത് 45 ആയതുകൊണ്ട് അതും 45 ആയിരിക്കും.
അതിന് വേണമെങ്കിൽ റീസൺ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി എഴുതി വെച്ചോ, ആൾട്ടർനേറ്റ് ആംഗിൾസ്. ഇത് എപ്പോഴും നമുക്ക് ഓർമ്മ വരാൻ, കാരണം ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിൽ 10ലൊക്കെ ഇത് ആവശ്യം വരും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബ്രാക്കറ്റിൽ പേര് എഴുതുന്നത്. അതായത് നമ്മളിതിൽ മറുകോൺ എന്ന് പറയും. മറുകോണുകൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടിയ എത്ര? 45 ഡിഗ്രി. ഓക്കെ. ഇനി അതേപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞല്ലോ, ഇത് രണ്ടും പാരൽ ലൈനാണ്. നോക്കിയാൽ ഈ ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നല്ലേ, പാരൽ ലൈനെ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ ബി സീക്വൽ ടു ആംഗിൾ സി എത്ര വെച്ചായിരിക്കും? ഇത് 35 ആണെങ്കിൽ ഇതും 35. അതിനും കാരണം തന്നെയാണ് എന്താ, ഇത് പാരൽ ലൈനെ ഇങ്ങനെ ലൈൻ കട്ട് ചെയ്യുമ്പോൾ അപ്പുറം ഇപ്പുറം ഉണ്ടാവുന്ന ഈ കോണുകൾ അല്ല. അതിൻ്റെ ഒരു പേരുണ്ട്, നമ്മൾ പ്രത്യേക പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാർട്ട് ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടത്. അതും ആൾട്ടർനേറ്റ് ആംഗിൾസ് തന്നെ, മറുകോൺ. അപ്പോൾ റീസൺ അതാണ്, മറുകോൺ. അപ്പോൾ നമുക്ക് ഈ ആംഗിളും കിട്ടി എത്ര? 35 ഡിഗ്രി. കണ്ട, അപ്പോൾ 2 എണ്ണം കിട്ടി നമുക്ക്. ഇനി മൂന്നാമത്തതല്ലേ, മൂന്നാമത്തെ നമുക്ക് പല തരത്തിൽ കണ്ടുപിടിക്കാം. ഒന്നുകിൽ എന്ത് ചെയ്യാം? ആംഗിൾ AEB ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ AEB ഇതെങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം? പല മാർഗങ്ങളുണ്ട്. ആർക്കൊക്കെ പറയാൻ പറ്റും? ഒന്നുകിൽ നമുക്ക് 150ൽ നിന്ന് ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ കിട്ടും അല്ലേ? അങ്ങനെ ചെയ്യാം. അതായത് 150 മൈനസ് 45ഉം 35ഉം കൂടി കൂട്ടിയത് കുറയ്ക്കുക അല്ലേ? 150 മൈനസ് 45ഉം 35ഉം കൂടി കൂട്ടിയാൽ 80 അല്ലേ? അപ്പോൾ 150ൽ നിന്ന് 80 കുറച്ചാൽ 100 ഡിഗ്രി അങ്ങനെ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെ നിന്നൊക്കെ നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടാവുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയും. ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണല്ലോ. അപ്പോൾ ഇത് 100 ആണെങ്കിൽ ഇതും 100 ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് കിട്ടും. ഇത് 100 ആണെങ്കിൽ ഈ ആംഗിളും 100. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം. ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ? ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ ആർ പാരലൽ ടു ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓഫ് ദി സ്മോൾ ട്രയാങ്കിൾ. അതായത് ഈ വലിയ ത്രികോണത്തിന്റെ ഈ വശം അല്ലേ, ഇടതു ഭാഗത്തുള്ള വശം ഇതിന്റെ ഇടതു വശത്തിന് പാരലാണ്. അപ്പൊ ഇത് രണ്ടും പാരലാണ്. ഇനിയോ ഇതും ഈ വലതുവശത്തുള്ള 2 വശങ്ങളും പാരലാണ്. കണ്ടില്ലേ? അപ്പൊ ഇത് രണ്ടും പാരലാണ്. അതുപോലെ തന്നെ ഈ വശവും പാരലാണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് 2 കോണുകളുടെ അളവ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കാൽക്കുലേറ്റ് ദി അതർ 2 ആംഗിൾസ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ദി സ്മോൾ ട്രയാങ്കിൾ. അതായത് ഈ വലിയ ത്രികോണത്തിന്റെ ഈ 2 ആംഗിൾ കണ്ടുപിടിക്കണം. അതുപോലെ ചെറിയ ത്രികോണത്തിന്റെ എല്ലാ ആംഗിളുകളും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഒരു പണി ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു പേരുകളൊന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് പറയാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ABC, അപ്പോൾ ABC, ഇത് D, ഇത് നമുക്ക് E എന്ന് കൊടുത്തു. അപ്പോൾ ഒരേ പേരുകൾ കൊടുത്തു അല്ലേ? ഇനി നോക്കിയേ, ഇപ്പോൾ നമുക്കറിയാം AB പാരലൽ ടു DC. AB DCക്ക് പാരലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ AC DEക്ക് പാരലാണെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് നോക്കിയേ, ഇവതും രണ്ടും പാരൽ ലൈനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിങ്ങനെ നീട്ടിക്കാൻ നോക്കിയാൽ ഇത് പാരലാണ്, ഇത് രണ്ടും പാരൽ ലൈൻ. അപ്പോൾ പാരൽ ലൈനിനെ ഈ ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നു അല്ലേ? കട്ട് ചെയ്യുന്നു. അതിൽ നമുക്ക് ഈ ആംഗിൾ അറിയാം. എത്ര ഡിഗ്രി? 70 ഡിഗ്രി. കണ്ട, ഈ ലൈനിന്റെ ഇപ്പുറത്തുള്ള ഈ ആംഗിൾ 70. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? അതും 70 തന്നെയായിരിക്കും അല്ലേ? അത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയില്ലേ? അതും 70 തന്നെ. അതായത് ആംഗിൾ എ സീക്വൽ ടു ഏതിന് തുല്യമായിരിക്കും? ആംഗിൾ ACDക്ക് തുല്യമായിരിക്കും. അപ്പോൾ ACD 70 ആണെങ്കിൽ ആംഗിൾ എ എത്രയായിരിക്കും? അതും 70 ഡിഗ്രി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ അല്ലേ? അതായത് ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഇത് രണ്ടും. അതായത് നമ്മൾ എന്ത് പറയും? മറുകോണുകളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് എഴുതി വെക്കുക, ആൾട്ടർനേറ്റ് ആംഗിൾസ്, മറുകോൺ. നമ്മൾ നേരത്തെ ചെയ്തിരുന്നു അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമുക്കിത് പാരലാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആയപ്പോൾ നമുക്കിത് 70 ഡിഗ്രിന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ത്രികോണത്തിൽ നോക്കിയാൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. ആംഗിൾ B അല്ലേ? ആംഗിൾ B കണ്ടുപിടിക്കണമെങ്കിൽ 180ൽ നിന്ന് ഇത് രണ്ടും കൂടി കൂട്ടിയത് കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് ആംഗിൾ B സീക്വൽ ടു മൊത്തം 180 ഡിഗ്രി ആയി നമുക്കറിയാം. അതിൽ നിന്ന് 70ഉം 60ഉം കൂടി കൂട്ടിയത് അങ്ങോട്ട് കുറയ്ക്കാം. അപ്പം എത്ര കിട്ടും? 180 മൈനസ് 70ഉം 60ഉം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 130 സീക്വൽ ടു 50 ഡിഗ്രി. കണ്ട, അപ്പോൾ ഇത് നമുക്ക് കിട്ടി 50 ഡിഗ്രി. അപ്പോൾ ഈ ത്രികോണത്തിലെ എല്ലാ ആംഗിളുകളും നമുക്ക് കിട്ടി. ഇനി നമുക്ക് സ്മോൾ ട്രയാങ്കിൾ അല്ലേ, ചെറിയ ത്രികോണത്തിലേക്ക് വരാം. ഇനി സ്മോൾ ട്രയാങ്കിൾ,
ചെറിയ ത്രികോണത്തിലേക്ക് വരുന്നത്. ആദ്യം നമുക്ക് നോക്കിയാൽ ഈ ആംഗിൾ, ചെറിയ ആംഗിൾ നമുക്ക് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അല്ലേ. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇത് മൊത്തം എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതിൽ ഇത് 60ഉം ഇത് 70ഉം. അങ്ങനെയാണെങ്കിൽ ഇത്ര ഭാഗം എത്ര ആയിരിക്കും? 180ൽ നിന്ന് ഇത് ഇത്രയും കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ആംഗിൾ ഡി സി ഇ, ആംഗിൾ ഡി സി ഇ എത്രയായിരിക്കും? മൊത്തം 180. അപ്പോൾ 180ൽ നിന്ന് എത്ര കുറയ്ക്കണം? 60ഉം 70ഉം കൂടി കൂട്ടിയത് അങ്ങോട്ട് കുറച്ചാൽ മതി അല്ലേ. ഫിസിക്കൽ ടു 180 മൈനസ് 130 സീക്കൽ ടു 50 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടി 50 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ ഇ കാണണം അല്ലേ. ആംഗിൾ ഇ എങ്ങനെ നമുക്ക് കിട്ടും? ഈ ആംഗിൾ നോക്കിയേ, ഇത് രണ്ടും പാരൽ ലൈനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ പാരൽ ലൈനുകളാണ്. അതിനെ നോക്കിയാൽ ഈ ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരേ വശത്തുണ്ടാവുന്ന രണ്ട് ആംഗിളാണ് ഇതും അല്ലേ. അത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് രണ്ടും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആവില്ലേ? ഈക്വൽ ആവും അല്ലേ. അപ്പോൾ ആംഗിൾ ഇ ഏതിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ എ സി ബിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഈസ് ഈക്വൽ ടു ആംഗിൾ എ സി ബി, രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? ഇതും 60 ഡിഗ്രി തന്നെ ആയിരിക്കും. 60. അതിനെന്താണ് കാരണം? ആൾട്ടർനേറ്റ് ആംഗിൾ അല്ല. ആൾട്ടർനേറ്റ് എന്ന് വെച്ചാൽ മറുകോണം, അപ്പുറം ഇപ്പുറം ഉണ്ടാവുന്ന ആംഗിളാണ്. ഇതെന്താണ്? ഒരേ വശത്ത് ഉണ്ടാവുന്ന ആംഗിൾ അല്ലേ. അത് നമ്മുടെ പേര് പറയാലോ, കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ. കറസ്പോണ്ടിങ് ആംഗിൾസ്, കറസ്പോണ്ടിങ് ആംഗിൾസ്. കറസ്പോണ്ടിങ് ആംഗിൾസ് വെച്ചാൽ സമാന കോണുകൾ. അപ്പം അത് ഓർമ്മയില്ലാത്തവരൊക്കെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് നന്നായിട്ട് കേൾക്കുക. അപ്പോൾ അതിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആംഗിൾ കിട്ടി. അപ്പോൾ ഇത് കിട്ടി. ഇനി നമുക്ക് ഈ ആംഗിൾ ബാക്കിയുള്ളൂ അല്ലേ. ആംഗിൾ ഡി നമുക്ക് എളുപ്പം കണ്ടാൽ അറിയാം അല്ലേ. ആംഗിൾ ഡി സീക്വൽ ടു നമുക്കറിയാം മൊത്തം 180. അപ്പോൾ 180ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 50ഉം 60ഉം കൂടി കൂട്ടിയത് അങ്ങോട്ട് കുറച്ചാൽ മതി അല്ലേ. ഈക്വൽ ടു 180 മൈനസ് 50ഉം 60ഉം 110 ഈക്വൽ ടു 70 ഡിഗ്രി. അപ്പോൾ ഇത് 70 ഡിഗ്രി. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം അല്ലേ. സോറി, 5ാമത്തെ ചോദ്യം. എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ പാരലോഗ്രാം. അതായത് ഒരു സമാന്തരീകം, ഇത് സമാന്തരീകം, അതിൻ്റെ ഉള്ളിൽ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇത്രയും അളവുകൾ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് ഈ ത്രികോണത്തിൽ എല്ലാ ആംഗിളുകളും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? പേര് കൊടുക്കാം. എ ബി സി ഡി നമ്മൾ പേര് കൊടുത്തു. അപ്പോൾ നമുക്കൊരു പാരലോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, ഇത് എതിർവശങ്ങൾ പാരലായിരിക്കും, മാത്രമല്ല ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ പാരലായിരിക്കും. പിന്നെയോ വേറെ പ്രത്യേകത ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ എതിർ കോണുകൾ ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ കോണും ഈക്വൽ ആയിരിക്കും, ഈ കോണും ഈക്വൽ ആയിരിക്കും അല്ലേ. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്, ഒരു വലിയ കോണും ഒരു ചെറിയ കോണും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിൽ വേണം. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് ഈ ത്രികോണത്തിൻ്റെ കോണുകളാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇവിടെ ഇത്രയും ഭാഗം 60, അതവിടെ നിൽക്കട്ടെ. ഇവിടെ നോക്കിയത് 110. ഇത് 110 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? വലിയ ആംഗിൾ 110 ആയിരിക്കണം അല്ലേ. ആണല്ലോ, ആണ്. കാരണം എന്താ? ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആംഗിൾ ഡി എ ബി ആ വലിയ ആംഗിൾ എത്രയായിരിക്കണം? ആംഗിൾ സിക്ക് ഈക്വൽ ആയിരിക്കണം അല്ലേ. ഇതും ഈക്വലാണ്. അതായത് രണ്ടും എത്രയാണ്? 110 ഡിഗ്രിയാണ് രണ്ടും. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? ഇത് 110 ആണെങ്കിൽ ഈ ചെറിയ ആംഗിൾ എത്ര വരും? ഈ 110ൽ നിന്ന് ഇത് കുറച്ചാൽ മതി അല്ലേ. അതായത് ആംഗിൾ ബി എ ഇവിടെ നമുക്ക് പേര് കൊടുക്കുക, ABCD എന്ന് പേര് കൊടുത്തു. അപ്പോൾ ബി എ ഇ സീക്വൽ ടു കിട്ടാൻ എന്ത് വേണം? മൊത്തം 110, അതിൽ നിന്ന് നമ്മൾ 60 ഡിഗ്രി കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ 110ൽ നിന്ന് 60 കുറച്ച് എത്ര കിട്ടും? 50 ഡിഗ്രി. കണ്ടോ? അപ്പോൾ നമുക്ക് ഇത് കിട്ടി 50 ഡിഗ്രി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ. അതിനെന്താണ് മാർഗം നോക്കിയേ? നമുക്കറിയാം ഒരു പാരലോഗ്രാമിലെ അല്ലേ, ഇതൊരു വലിയ പാരലോഗ്രാമിലെ വലിയ ആംഗിളാണിത്. ഇത് പാരലോഗ്രാമിലെ ചെറിയ ആംഗിളാണ് അല്ലേ. അപ്പോൾ ഈ വലിയ ആംഗിളും ഈ ചെറിയ ആംഗിളും ഈ പാരലോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഇതാണ് വലിയ ആംഗിൾ, ഇത് അതിൻ്റെ ചെറിയ ആംഗിൾ. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു പാരൽ ലൈനിൻ്റെ രണ്ട് വശത്തുള്ള ആംഗിളുകൾ കണ്ടാ, ഈ വശത്ത് ഈ അറ്റത്തും ഈ അറ്റത്തുള്ള ആംഗിൾ, അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ പാരൽ ലൈനിൻ്റെ ഈ വശവും
രണ്ടറ്റത്തുള്ള ആംഗിളുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം നമുക്ക്. മനസ്സിലായല്ലോ? അതായത് ആംഗിൾ എ ബി സിയും ആംഗിൾ സിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ സി എത്രയാണെന്ന് അറിയാം അല്ലേ? അപ്പോൾ അതായത് ആംഗിൾ എ ബി സിയുടെ കൂടെ ആംഗിൾ സി 110 ആണ്. 110 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിൽ എ ബി സി എത്രയായിരിക്കും? ആംഗിൾ എ ബി സി എത്രയായിരിക്കും? 180 നിന്ന് എത്ര കുറച്ചാൽ മതി? ഈ 110 കുറച്ചാൽ മതി അല്ലേ? 110 കുറച്ചാൽ മതി. അതായത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ 180 നിന്ന് 110 കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 70 ഡിഗ്രി. കണ്ടില്ലേ? അപ്പം എ ബി സി ഈ ആംഗിളാണ് 70 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ആംഗിളാണ് വേണ്ടത് അല്ലേ? എ ബി ഇ ആംഗിൾ എ ബി ഇ എത്രയായിരിക്കും? മൊത്തം ഇതെത്രയാണ്? 70 ഡിഗ്രി. 70 ഡിഗ്രിയിൽ നിന്ന് എത്ര കുറയ്ക്കണം നമ്മൾ? 30 ഡിഗ്രി കുറച്ചാൽ മതി അല്ലേ? 30 = 40 ഡിഗ്രി. അപ്പോൾ ഇത് നമുക്ക് കിട്ടി 40 ഡിഗ്രി. ഇപ്പം നമുക്ക് ഈ രണ്ട് ആംഗിൾ കിട്ടി ത്രികോണത്തിൽ അല്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ആംഗിൾ മാത്രം കണ്ടുപിടിക്കാണല്ലോ. അപ്പോൾ ആംഗിൾ ഇ എന്ത് വരും? ആംഗിൾ ഇ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി 180 നിന്ന് രണ്ടും കൂടി കൂട്ടിയത് അങ്ങോട്ട് കുറക്കുക അല്ലേ? അപ്പോൾ 180 നിന്ന് മൊത്തം 180 നമുക്കറിയാം. അതിൽ നിന്ന് 50ഉം 40ഉം കൂടി കൂട്ടിയത് അങ്ങോട്ട് കുറച്ച് നമ്മൾ ഉത്തരം കിട്ടിയല്ലേ? അതായത് 180 നിന്ന് എത്ര കുറയ്ക്കണം? 180 - 90 = 90 ഡിഗ്രി. അപ്പോൾ ഇത് 90 ഡിഗ്രി. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.